നീ ടൂറിസ്റ്റ് ബസ് എടുത്താലേ ഞാൻ റീൽസ് ഇട്ട് വൈറലാക്കി തരാം. പിന്നെ നിനക്ക് ഫാൻസിനെ കൊണ്ട് നിറയും. അതെന്തായാലും കൊള്ളാം. എന്തായാലും നമുക്ക് ഒരെണ്ണം എടുക്കണം. എന്താണ് എന്തോ കാര്യമായിട്ട് ചർച്ചയാണല്ലോ? കാര്യമായിട്ടൊക്കെ തന്നെയാണ്. ഒരു ടൂറിസ്റ്റ് ബസ് എടുത്താലോ എന്നൊരു ആലോചനയിലാണ്. അപ്പൊ ഓട്ടോ എന്ത് ചെയ്യും? ഓട്ടോ കൊടുക്കണം. അത് കൊടുത്ത ഒരു 3 ലക്ഷം കിട്ടുമല്ലോ. ബസ്സിന് വേണ്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനാൻസ് ഇടാം. എന്താണ് നിന്റെ അഭിപ്രായം? അഭിപ്രായം ഞാൻ പറയണില്ല. ഞാൻ എനിക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി ടൂറിസ്റ്റ് ബസ് വേണോ അതോ ഈ ഓട്ടോ തന്നെ മതിയോ എന്ന്. മിക്കവാറും നെഗറ്റീവ് പറഞ്ഞ് തളർത്താനായിരിക്കും അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ നേരാവണത് കാണാൻ ആരും സമ്മതിക്കില്ലാന്ന്. ഷെമീറ, നീ ഒന്നും മിണ്ടാതിരി. അവനാ അർത്ഥത്തിൽ പറഞ്ഞതല്ല. എനിക്കറിയാം അവനെ. അളിയാ, നീ ഒന്നും വിചാരിക്കണ്ടാട്ടാ. അത് സാരില്ലടാ, ഇതൊന്നും അവന്റെ തെറ്റല്ല. ഞാനും ഒരു സമയത്ത് അവനെ പോലെ തന്നെയായിരുന്നു. ടൂറിസ്റ്റ് ബസ് വാങ്ങണം എന്നൊരൊറ്റ പ്രാന്തായിരുന്നു എനിക്ക്. ആ സമയത്ത് എന്നെ ഈ പ്രാന്തിൽ നിന്ന് പിന്മാറ്റാൻ വരുന്നവരൊക്കെ എനിക്ക് ശത്രുക്കളായിട്ടാണ് തോന്നിയത്. എന്നിട്ട് എന്താ സംഭവിച്ചൊക്കെ ഒരു കഥയാണ്. ആ കഥയിലൊരു വില്ലൻ ഉണ്ട്. ആ വില്ലൻ കാരണമാണ് ഞാൻ വേറൊരാളുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണത്. നിനക്ക് പോലെ ടൂറിസ്റ്റ് വണ്ടികളുടെ കഥയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു ബസ് എടുക്കാൻ തീരുമാനിച്ചപ്പോ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നത്. അതേതായാലും നന്നായി. ഞാൻ പറഞ്ഞുതരാം എൻ്റെ അനുഭവങ്ങൾ. അത് കേട്ടാൽ നിനക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകണം. അവിടെ പോയാൽ നിനക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണോ വൈകി? ചെറിയൊരു തിരക്കി പെട്ടു. ഷമീറിനെ കൂട്ടിയില്ലേ? അവനെ ഒന്ന് കൂട്ടിയാൽ ശരിയാവില്ലടാ. അത് നന്നായി. നിനക്ക് ഈ ബസ് ഓർമ്മയുണ്ടോ? എവിടെ നോക്കട്ടെ. ആ, ഹിറ ട്രാവൽസ്. ഇതാ ചുങ്കമ്പാത്തുണ്ടായിരുന്ന ബസ്സല്ലേ? കുറെ ആയിട്ട് അവിടെ ബസ്സുകൾ കാണാനേ ഇല്ല. ആ ട്രാവൽസിന്റെ ഓണറിന്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. വമ്പൻ ടീമാണ് തോന്നുന്നു അല്ലേ? 3-4 ബസ്സൊക്കെ അവിടെ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. വാ. ധാരത് ലൗസി ട്രാവൽസ് മുതലാളിയാ. ആക്കിക്കോ. എവിടേക്കാ വണ്ടി കഴിയിട്ട്? ഓട്ടോ ഉണ്ടാ? ഓട്ടോ ഒന്നുമില്ല, കഴിക്കണ്ട സ്റ്റാൻഡിൽ കൊണ്ടിടാൻ വേണ്ടിട്ടാണ്. എന്താ ഈ വഴിക്കൊക്കെ പതിവില്ലാണ്ട്? ഒന്നുമില്ല, ഇതെന്റെ സുഹൃത്താണ്. എനിക്ക് ടൂറിസ്റ്റ് ബസ് എടുക്കണമെന്ന് നല്ല പൂതിയുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ്. എന്താണ് ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതൊക്കെ തന്നെ കൊട്ടാരത്തിൽ നിന്ന് അവസാനം കുടിയിലേക്ക് എത്തും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ അല്ലേ? ഷൗക്കത്തെ, ഞങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണ്. ഞാനൊരു വില്ലൻ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല, കൊറോണയാണ്. ആ സമയത്ത് എനിക്കും ഇയാൾക്കും ഞങ്ങളുടെ വണ്ടികളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കാരണം ഭീമമായ ടാക്സും ഇൻഷുറൻസും EMI-യും ഇതൊക്കെ തന്നെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓട്ടം അന്നില്ലല്ലോ. പിന്നെ കുറെ കടങ്ങൾ കൂടി. പിന്നെ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ഇവിടെ വരെ എത്തി. കൊറോണ കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും ഈ പ്രസ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എങ്ങനെ മാറുവടാ? ആഗ്രഹത്തിന്റെ പുറത്ത് ഓരോരുത്തർ